മൊഡ്യൂൾ 4 എസ്റ്റിമേഷൻ ഓഫ് സ്ട്രീം ഫ്ലോ ബൈ ഏരിയ വെലോസിറ്റി മെത്തേഡ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സ്ട്രീം ഫ്ലോ മെഷർമെന്റിന്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് നോക്കി, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് മെത്തേഡിന് അണ്ടറിൽ വരുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഏരിയ വെലോസിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് പറയുന്നത് ഒരു ഫ്ലോയിങ് വാട്ടർ ബോഡിയുടെ അല്ലെങ്കിൽ ആ റിവറിന്റെ ഏരിയയും വെലോസിറ്റിയും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ഈസി ആയിട്ട് സ്ട്രീം ഫ്ലോ മെഷർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഫോർമുല എല്ലാവർക്കും പരിചിതമാണ്. ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ഈ ഒരു ഫോർമുലയാണ് ത്രൂ ഔട്ട് ഈ മെത്തേഡിനകത്ത് സ്ട്രീം ഫ്ലോ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കി, ഇതൊരു ഫ്ലോയിങ് റിവറിന്റെ ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് സ്ട്രീം ഫ്ലോ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ക്രോസ് സെക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. സോ അത് പല പല സെക്ഷൻസ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു, ഈക്വൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു റിവറിന്റെ ക്രോസ് സെക്ഷൻ നോക്കിയാൽ നമുക്കറിയാം, ഈ റിവറിന്റെ ക്രോസ് സെക്ഷന്റെ പല പോയിന്റ്സിലും പല വെലോസിറ്റി ആയിരിക്കും, അല്ലെ? വെലോസിറ്റി വേരി അലോങ് ദി ക്രോസ് സെക്ഷൻ ഓഫ് ദി റിവർ. ആൻഡ് ഈ ക്രോസ് സെക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഓരോ പാർട്ടിന്റെ ഏരിയയും അതിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ വെലോസിറ്റിയും കണ്ടുപിടിക്കുക എന്നുണ്ടെങ്കിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഡിസ്ചാർജ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു സെക്ഷന്റെ ഏരിയ ഇൻറ്റു വെലോസിറ്റി നോക്കുക, അതുപോലെ ബാക്കി എല്ലാ സെക്ഷൻസിന്റെയും ഏരിയ ആൻഡ് വെലോസിറ്റി കണ്ടുപിടിക്കുക, ഐ മീൻ ഡിസ്ചാർജ് കണ്ടുപിടിക്കുക. എല്ലാം കൂടെ ടുഗദർ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞ ഏരിയ വെലോസിറ്റി മെത്തേഡിന്റെ ഒരു മെയിൻ പ്രിൻസിപ്പിൾ. അപ്പൊ നമ്മൾ ആ ഓരോ സെക്ഷനിൽ നിന്നും അല്ലെങ്കിൽ ഓരോ സെഗ്മെന്റിൽ നിന്നും കണ്ടുപിടിക്കുന്ന പാർഷ്യൽ ഡിസ്ചാർജിന്റെ ഒരു സമ്മേഷൻ ആയിരിക്കും ആ റിവറിന്റെ അല്ലെങ്കിൽ ആ സ്ട്രീമിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, മിഡ് സെക്ഷൻ മെത്തേഡും മീൻ സെക്ഷൻ മെത്തേഡും. അപ്പോൾ ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം മിഡ് സെക്ഷൻ മെത്തേഡ്. അപ്പൊ ഇത് നേരത്തെ കാണിച്ച ഡയഗ്രാം തന്നെയാണ്, ഒരു ക്രോസ് സെക്ഷൻ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഈ സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് ലൈൻസ് ഉണ്ട്, കൺഫ്യൂഷൻ ആവരുത്. അതായത് ഇവിടെ ഡോട്ടഡ് ലൈൻ കാണിച്ചേക്കുന്ന കണ്ടില്ലേ, ആ ഡോട്ടഡ് ലൈൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ ഈ ഓരോ സെഗ്മെന്റും എടുത്താൽ അതിന്റെ ആ സെൻട്രലായിട്ട് വേറൊരു ലൈനും കൂടി ഇട്ടിട്ടുണ്ട്. അതിനെ നമ്മൾ വെർട്ടിക്കൽസ് എന്നാണ് പറയുന്നത്. ഇത് എന്തിനാ ഇടുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മീൻ വെലോസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്നായിരിക്കും. ഓക്കെ, അതായത് ഇപ്പൊ ഇതൊരു സെഗ്മെന്റ് ആണ്, Y1 Y2 എന്ന് പറയുന്നത് ഒരു സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ നടുക്കൂടെ പോകുന്നതാണ് വെർട്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പം ഈ വെർട്ടിക്കലിൽ നിന്നാണ്, ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്നാണ് നമ്മൾ എന്താ മീൻ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോ മീൻ വെലോസിറ്റിയും നമ്മൾ സൈഡ്സിൽ നിന്നൊന്നും കണ്ടുപിടിക്കുന്നില്ല, മീൻ വെലോസിറ്റിക്കാണ് ഈ സെഗ്മെന്റ് ഇട്ടേക്കുന്നത്. അതും ഈ Y1 Y2 എന്ന് പറയുന്ന ഈ ഒരു പോർഷന്റെ ഏരിയയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. അപ്പൊ ഡോട്ടഡ് ലൈൻ സെഗ്മെന്റ്സ് ഡിവൈഡ് ചെയ്യാനും വെർട്ടിക്കൽസ് എന്ന് പറയുന്നത് അതിന്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻസും ആണ്. നമുക്ക് ഇതിനകത്ത് ചെറിയൊരു കാൽക്കുലേഷൻ, ഒരു ഫോർമുലയുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് ആദ്യം തന്നെ ഈ എഴുതിയിരിക്കുന്ന ടേംസും കാര്യങ്ങളും മനസ്സിലാക്കണം. വെർട്ടിക്കൽസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഓരോ സെഗ്മെന്റ്സും, ഇപ്പൊ ഈ ഒരു സെക്ഷൻ നോക്കി, ഇത് ഒരു സെക്ഷൻ ആണ്, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് ഒരു സെഗ്മെന്റ് ആണ്. ആ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റിലൂടെ പോകുന്നത് ഒരു വെർട്ടിക്കൽ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സെഗ്മെന്റ് ഏരിയ ഡെൽറ്റ എ ആണ്. അപ്പം ആ ഒരു മിഡ് പോയിന്റിൽ കൂടെ പോകുന്ന വെർട്ടിക്കലിൽ നിന്ന് സെഗ്മെന്റ് തുടങ്ങുന്ന സ്ഥാനത്തേക്ക് പോകാനായിട്ട് ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്. അതിനെ നമ്മൾ WI/2 എന്ന് പറയും. കാരണം ഇവിടെ മുതൽ ഇവിടം വരെ തൊട്ടടുത്ത വെർട്ടിക്കൽ വരെയുള്ള ഈ രണ്ട് വെർട്ടിക്കൽസും തമ്മിലുള്ള ഡിസ്റ്റൻസ് WI ആണ്. അപ്പൊ ഇവിടുന്ന് ഈ സെഗ്മെന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? WI/2 ആയിരിക്കും. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ടും ആ ഡിസ്റ്റൻസ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് വേണ്ടുള്ളൂ. അപ്പം ടോട്ടൽ എന്ന് പറയുന്നത് WI+1 ആണ്. അപ്പൊ അതേ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മുടെ ഈ മിഡ് പോയിന്റിൽ നിന്ന് സെഗ്മെന്റ് വരെയുള്ള ഡിസ്റ്റൻസ്. അത് മനസ്സിലാക്കിയിരിക്കണം, കാരണം അത് നമ്മൾ ഫോർമുലയ്ക്കകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വൈറ്റ് ടേമും കൂടെ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഡെപ്ത് ആണ്. അപ്പോൾ ഓരോ സെഗ്മെന്റിന്റെ ആ ഓരോ പോയിന്റിലും ഉള്ള ഡെപ്ത്, ഈ ഒരു സെഗ്മെന്റിന്റെ ടോട്ടൽ ഡെപ്ത് എന്ന് പറയുന്നത് Y3, അങ്ങനെയാണ് എടുക്കേണ്ടത്. ഈ ഷെയ്ഡഡ് സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എന്താണ്? YI എന്നിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ,
ഇനി നമ്മുടെ കാൽക്കുലേഷൻ പാർട്ട് ഫോർമുലയിലേക്ക് കടക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അതിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഓരോ സെഗ്മെന്റിൽ നിന്നും കിട്ടുന്ന ഡിസ്ചാർജ് ഏരിയയും വെലോസിറ്റി നമുക്കറിയാം. ഏരിയയും വെലോസിറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് ഡിസ്ചാർജ് കിട്ടും. ആ ഡിസ്ചാർജ് എല്ലാം കൂടെ കൂട്ടി കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്, അല്ലേ? ഓരോ സെഗ്മെന്റിന്റെയും ഡിസ്ചാർജ് നമ്മൾ ഇപ്പം സപ്പോസ് Q1, Q2, Q3 എന്നാണെങ്കിൽ അതെല്ലാം കൂടെ ചേർത്ത് കൂട്ടി കിട്ടുന്നതാണ് ഡെൽറ്റ QI. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയിട്ട് ഇവിടുത്തെ ഈ ഒരു സെഗ്മെന്റിന്റെ ഡിസ്ചാർജ് എന്തായിരിക്കും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. അതായത് ഡെൽറ്റ QI എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റിന്റെ ഡിസ്ചാർജ് എന്തായിരിക്കും? നമ്മുടെ ഡിസ്ചാർജ് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്, അല്ലെ? അപ്പൊ ഈ ഒരു സെഗ്മെന്റിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ വെർട്ടിക്കലിന്റെ വെലോസിറ്റി ആയിട്ടാണ് എടുക്കുന്നത്, അല്ലെ? അതുകൂടാതെ ഇതിന്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇത് റെക്ടാംഗുലർ സെക്ഷൻ ആണല്ലോ. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതിന്റെ ഡെപ്ത് നമുക്കറിയാം, അല്ലെ? YI എന്ന് പറയുന്നതാണ് ഇതിന്റെ ഡെപ്ത്, ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അതേ മൾട്ടിപ്ലൈഡ് ബൈ ഇനി എന്താ നമുക്ക് വേണ്ടുന്നത്? വിഡ്ത്ത് വേണം. വിഡ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെ WI എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ പകുതിയും അതിന്റെ കൂടെ തന്നെ WI+1ന്റെ പകുതിയും കൂടെ ചേരുന്നതാണ് ഇതിന്റെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ഹാഫ് ഇൻറ്റു WI പ്ലസ് ഹാഫ് ഇൻറ്റു WI+1. ഓക്കെ, അതും ഇൻറ്റു YIയും കൂടെ ചേരുന്നതായിരിക്കും നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്, ഐ മീൻ ഡെപ്തും കൂടെ ചേരുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ഡിസ്ചാർജ് ആ രീതിയിൽ കണ്ടുപിടിക്കാം. ഇനി നമുക്ക് ആ ഫോർമുല ഒന്ന് നോക്കാം. ഡെൽറ്റ QI എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഇൻ ദി ith സെഗ്മെന്റ്, അതായത് ഡെപ്തും വിഡ്ത്തും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഇത്രയും ഈ ഫോർമുലയുടെ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ ആണ്. ഓക്കെ, അതായത് ഡെപ്ത് അറ്റ് ദി ith സെഗ്മെന്റും ഇൻറ്റു വിഡ്ത്ത്, ഞാൻ നേരത്തെ പ്ലസ് എന്നാ പറഞ്ഞത്, സോറി, വിഡ്ത്ത്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഹാഫ് വിഡ്ത്ത് ടു ദ ലെഫ്റ്റ് പ്ലസ് ഹാഫ് വിഡ്ത്ത് ടു ദി റൈറ്റ്, അതാണ് നമ്മൾ ഈ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും എടുത്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും കിട്ടി. ഇനി ഇൻറ്റു ആവറേജ് വെലോസിറ്റി ഓഫ് ദി ith വെർട്ടിക്കൽ. അപ്പൊ വെലോസിറ്റിയും ആയി, ഇത്രയും ഭാഗമായപ്പം ഏരിയ ആയി. രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ചാർജ് കിട്ടും. അപ്പൊ ഇവിടെ നോക്കി, ഡെപ്ത് YI മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. WI/2 പ്ലസ് WI+1/2 ഇൻറ്റു BI എന്ന് പറയുന്നതാണ് നമ്മുടെ വെലോസിറ്റി. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കാനുള്ളത്, ഈ ക്രോസ് സെക്ഷനകത്ത് നമ്മൾ പല സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആ റിവറിന്റെ ആ ഒരു ഐ മീൻ ക്രോസ് സെക്ഷൻ തുടങ്ങുന്ന ഇടവും എൻഡ് ചെയ്യുന്ന ഇടവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആ 2 പോയിന്റിലും നമുക്ക് ഏരിയ ഡിഫറെന്റ് ആയിട്ടായിരിക്കും കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? കാരണം എന്താ, അത് ആ സെക്ഷൻ എന്ന് പറയുന്ന ഒരു ട്രയാങ്കുലർ സെഗ്മെന്റ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ 2 എൻഡ് ട്രയാങ്കിൾസിന്റെ ഏരിയ നമുക്ക് വേണമെങ്കിൽ അത് വളരെ ചെറുതായതുകൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ നിഗ്ലക്ട് ചെയ്യാം. ഓക്കെ, പക്ഷെ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോർമുലയും കൂടെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഒരു സിമ്പിൾ ഫോർമുലയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനും ഡെറിവേഷൻ പാർട്ട് ഉണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അപ്പം ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു ട്രയാങ്കിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത്രയും പാർട്ടാണ് നമ്മുടെ ട്രയാങ്കിൾ. പക്ഷെ ഞാൻ ആ ഫോർമുല മാത്രം ഒന്ന് പറയുന്നതേ ഉള്ളൂ. അപ്പം ഇതിന്റെ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസും ഇൻറ്റു ഈ താഴോട്ടുള്ള ഡിസ്റ്റൻസും. ഓക്കെ, അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ ഇവിടുത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ A1 എന്ന് പറയുന്നത് WI ഇൻറ്റു Y1. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പൊ സപ്പോസ് നമുക്ക് ആ ഒരു 2 ട്രയാങ്കിളിന്റെ വെലോസിറ്റി നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. അപ്പൊ ഫൈനൽ ഫോർമുല എന്ന് പറയുന്നത് ഡെൽറ്റ Q1 എന്ന് പറയുന്നത് ആ ഫസ്റ്റ് കാണിച്ച ഈ ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ ഡിസ്ചാർജ് എന്ന് പറയുന്നത് QN-1 ആണ്. ഓക്കെ, ഡെൽറ്റ QN-1 ഇവിടെ കിടക്കുന്നു. ഓക്കെ, അപ്പൊ അത് ഏരിയ, ആ ഒരു ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ഡെൽറ്റ A1, അതേപോലെ അതിന്റെ വെലോസിറ്റി ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് V1 അതുപോലെ ഈ ഭാഗത്തെ ലാസ്റ്റ് സെഗ്മെന്റിന്റെ V'(n-1) ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് ഡെൽറ്റ AN-1. അപ്പൊ ഈ വെലോസിറ്റിയും ഏരിയയും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മൾ ചെറിയ സെഗ്മെന്റ് ആയതുകൊണ്ട് അതിനെ അങ്ങ് നിഗ്ലക്ട് ചെയ്ത് കളയാറാണ് പതിവ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ അത് വേണമെങ്കിൽ എടുത്ത് പറയാം. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് മീൻ സെക്ഷൻ മെത്തേഡാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുറച്ച് വ്യത്യസ്തമാണ് ഓരോ സെഗ്മെന്റ് എടുക്കുന്നത്. അതായത് സെഗ്മെന്റ് ഈ ഒരു മീൻ സെക്ഷൻ മെത്തേഡിൽ സെഗ്മെന്റ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ 2 വെർട്ടിക്കൽ ലൈൻസിന്റെ ഇടയ്ക്കുള്ള സ്പേസ് ആണ് നമ്മൾ വെർട്ടിക്കൽ ആ ഒരു സെഗ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്, ഈ ഫിഗറിനകത്ത് ഒന്നുകൂടെ കാണിക്കാം. അതായത് ഈ Y3 എന്ന് പറയുന്ന ഒരു വെർട്ടിക്കലും
വൈ ഇവിടെ എഴുതിയിട്ടില്ല. സോ ഇത് മറ്റൊരു വെർട്ടിക്കലും ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വെർട്ടിക്കലിന്റെയും ഇടയ്ക്കുള്ള പോർഷനാണ് നമ്മൾ ഒരു സെഗ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. നേരത്തെ നമ്മൾ സെഗ്മെന്റ് എന്ന് പറയാൻ വേണ്ടി ഡോട്ടഡ് ലൈൻ ആണ് കൺസിഡർ ചെയ്തത്. പക്ഷേ ഈ കേസിൽ നമ്മൾ ആ വെർട്ടിക്കൽസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സെഗ്മെന്റിലാണ് നമ്മൾ ആ വെലോസിറ്റി മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഇവിടെ രണ്ട് വെലോസിറ്റി കിട്ടും. അപ്പൊ ഈ വെലോസിറ്റി സ്ട്രിപ്പ് അല്ലെങ്കിൽ ഈ സ്ട്രിപ്പിനകത്ത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് മീൻ വെലോസിറ്റി. ഇപ്പൊ ഇവിടെ വെലോസിറ്റി V1 ഇവിടെ വെലോസിറ്റി V2 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു മീൻ വെലോസിറ്റി ആയിരിക്കും നമ്മൾ ഈ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മീൻ സെക്ഷൻ മെത്തേഡിനകത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് തൊട്ടടുത്തടുത്ത അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് വെർട്ടിക്കൽസിന്റെ മീൻ വെലോസിറ്റി. സപ്പോസ് ഈ ഒരു വെർട്ടിക്കലിന് V1 ഈ ഒരു വെർട്ടിക്കലിന് V2 ആണ് വെലോസിറ്റി എങ്കിൽ രണ്ടിന്റെയും കൂടെ അഡ്ജസന്റ് വെർട്ടിക്കൽസ് അതിന്റെ എന്താ വെലോസിറ്റി ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ രണ്ട് വെർട്ടിക്കലിന്റെയും അഡ്ജസന്റ് വെർട്ടിക്കലിന്റെ ഡെപ്തും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ വെർട്ടിക്കലിന്റെ ഡെപ്ത് D1 ഈ വെർട്ടിക്കലിന്റെ ഡെപ്ത് D2 ആണ്. അപ്പം ഇത് രണ്ടും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഏരിയ നമുക്കറിയാമല്ലോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് പറയുന്ന പോലെ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് B ഇൻറ്റു ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് B ഇൻറ്റു ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആവറേജ്. രണ്ട് സെപ്പറേറ്റ് ഡിസ്റ്റൻസ് ആണ്. ഐ മീൻ ഹൈറ്റ് ഡിഫർ ചെയ്യുന്നുണ്ട്. സോ D1 + D2/2 ഇൻറ്റു നമുക്ക് വെലോസിറ്റി നേരത്തെ തന്നെ പറഞ്ഞു രണ്ടിന്റെയും കൂടെ ആവറേജ്. അപ്പം V1 + V2/2 ആണ് നമ്മുടെ വെലോസിറ്റി. ഈ ഫോർമുലയിലൂടെ ആയിരിക്കും നമ്മൾ മീൻ സെക്ഷൻ മെത്തേഡിൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒരു സെക്ഷന്റെ ഡിസ്ചാർജ് ഇതിലൂടെ കിട്ടി. അപ്പൊ ടോട്ടൽ ഡിസ്ചാർജ് Q എന്ന് പറയുന്നത് എന്തായിരിക്കും? =σ ΔQ. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച അതേ ഫോർമുല. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ഫോർമുല. ഇനി രണ്ട് മെത്തേഡും കമ്പയർ ചെയ്യുമ്പോൾ മിഡ് സെക്ഷനും മീൻ സെക്ഷനും കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏറ്റവും അക്യുറേറ്റ് എന്ന് പറയുന്നത് മീൻ സെക്ഷൻ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു സെക്ഷനിലോട്ടും കൂടെ കടക്കുകയാണ്. അപ്പൊ ഈ ഏരിയ വെലോസിറ്റി മെത്തേഡിനകത്ത് നമുക്ക് മനസ്സിലായി ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏരിയയും വെലോസിറ്റിയും വേണമെന്ന് മനസ്സിലായി. ഏരിയ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. നമ്മൾ ഇത്രയും നേരം വെലോസിറ്റി കണ്ടുപിടിക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അത് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളത് ഈ ഒരു സെക്ഷനിലാണ് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഇനി വെലോസിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഡിസ്ചാർജ് മെഷർമെന്റിന് വേണ്ടിയിട്ട് Q കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വെലോസിറ്റി ആവശ്യമാണ് അല്ലെ. അപ്പൊ ഈ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് മെയിൻ മെത്തേഡ്സ് ആണ് ഫ്ലോട്ട് മെത്തേഡും കറന്റ് മീറ്റർ മെത്തേഡും. കറന്റ് മീറ്ററിനെ പറ്റി ഞാൻ ഇടയ്ക്കൊന്ന് പറയുണ്ടായി. അപ്പൊ ഫ്ലോട്ട് മെത്തേഡിനകത്ത് 3 ടൈപ്സ് ഉണ്ട്: സർഫസ് ഫ്ലോട്ട്സ്, വെലോസിറ്റി റോഡ്സ്, ഡബിൾ ഫ്ലോട്ട്സ്. അതേപോലെ കറന്റ് മീറ്റർ മെത്തേഡിനകത്ത് 2 ടൈപ്പ് ഓഫ് കറന്റ് മീറ്റർ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹബ് ടൈപ്പ് കറന്റ് മീറ്റർ എന്ന് പറയും. അതിന്റെ മറ്റൊരു പേര് വെർട്ടിക്കൽ ആക്സസ് മീറ്റേഴ്സ് എന്നാണ്. രണ്ടാമത്തത് പ്രൊപ്പല്ലർ ടൈപ്പ് കറന്റ് മീറ്റേഴ്സ്. അതിന്റെ മറ്റൊരു പേര് ഹൊറിസോണ്ടൽ ആക്സസ് മീറ്റേഴ്സ് എന്നാണ്. അതായത് ഈ രണ്ട് ടൈപ്പ് ഓഫ് കറന്റ് മീറ്ററിന്റെയും ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അത് റൺ ചെയ്യുന്നത് ഒരു വെർട്ടിക്കൽ ആക്സിസിലായിരിക്കും. പ്രൊപ്പല്ലർ ടൈപ്പ് ഒരു ഹൊറിസോണ്ടൽ ആക്സിസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് ഡിഫറൻസ്. അതിന്റെ ഫിഗേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പിടികിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫ്ലോട്ട് മെത്തേഡ് നോക്കുകയാണ്. അപ്പൊ ഈ സർഫസ് ഫ്ലോട്ട്സ് സാധാരണ വുഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റ് മെറ്റീരിയലോ ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ആ വുഡൻ ഡിസ്കിന്റെ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് 7.5 to 15 സെന്റിമീറ്റർ ഡയമീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഒരു വെയിറ്റും സൈസും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻ സച്ച് എ വേ ദാറ്റ് അത് വേറെ ഒരു ഫോഴ്സ് കാരണം, ഇപ്പം വിൻഡ് എനർജിയോ ഒക്കെ കാരണം ഒന്നും ഡിസ്റ്റർബ് ആവാൻ പാടില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിന്റെ വെയിറ്റും സൈസും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സർഫസ് ഫ്ലോട്ട് നമ്മുടെ ഈ വാട്ടറിന്റെ സർഫസിലൂടെ ഫ്ലോട്ട് ചെയ്ത് അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് നീങ്ങുന്നതനുസരിച്ച് നമുക്ക് അതിന്റെ സർഫസ് വെലോസിറ്റി കിട്ടും. ഓക്കെ, പക്ഷെ ആ സർഫസ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ ദി മീൻ വെലോസിറ്റി. നമുക്ക് ശരിക്കും വേണ്ടുന്ന വെലോസിറ്റി കിട്ടുന്നില്ല. സർഫസ് വെലോസിറ്റി മാത്രമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഇതിനു വേണ്ടിയിട്ട് അതായത് ഇതിന്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ഫ്ലോട്ട് നമ്മൾ ആ വാട്ടർ ബോഡിയിലോട്ട് കൊണ്ടുവന്ന് ഇടുക. അത് ആ ഒഴുക്കിനനുസരിച്ച് ഫ്ലോട്ട് മൂവ് ചെയ്യും അല്ലെ. അപ്പൊ ആ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, എത്ര ഡിസ്റ്റൻസിലാണ് ആ ഫ്ലോട്ട് മൂവ് ചെയ്തെന്നുള്ളത്, അതും ആ ഒരു ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതിപ്പോ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലോട്ട് ട്രാവൽ ചെയ്യാൻ എടുത്ത ആ ഒരു ടൈമും നമ്മൾ നോട്ട് ചെയ്യും. അപ്പൊ ആ ഡിസ്റ്റൻസ് ബൈ ടൈം കണ്ട് ഈ ഫോർമുല വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത്. ഇത്രയുള്ള അതിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചേ. ഇതിനകത്ത് നമുക്ക് ആ ഡിസ്റ്റൻസ് ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ എലോങ് ദി വിഡ്ത്ത് ഓഫ് ദി ചാനലിൽ നമ്മൾ 2 പോൾസ് ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഓക്കെ. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു വയർ റോപ്പ് വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും സ്ട്രെച്ച് ചെയ്ത് കെട്ടി വെച്ചേക്കുവാണ്. എന്നിട്ട് വീണ്ടും ഈ ഒരു വയർ റോപ്പിനെ തന്നെ പല ഈക്വൽ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ പോയിന്റിനെ പെൻഡന്റ് എന്ന് പറയും. ഇവിടെ എഴുതിയിട്ടുണ്ട് പെൻഡൻസ്. അപ്പൊ പെൻഡൻസ് വെച്ചിട്ടാണ് ഈ ചാനലിന്റെ വിഡ്ത്ത് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്ലോട്ട് റിലീസ് ചെയ്യുമ്പോഴത്തേനും അത് ഇതിലേക്കാണ്, ഏതൊക്കെ പോയിന്റിലൂടെയാണ് ട്രാവൽ ചെയ്ത് നീങ്ങിയത്, എത്ര സെഷൻസ് കഴിഞ്ഞു. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. പെൻഡൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് സ്പേസിംഗിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പൊ അതിന് നമുക്ക് ഈസി ആയിട്ട് ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇമേജും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന്റെ ഒരു ടോപ്പ് വ്യൂ. നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കുന്നില്ല എങ്കിലും ഇപ്പൊ ആ പെൻഡന്റ് ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു ലൈനിലാണ്. ഒരു സ്റ്റാർട്ടിംഗ് ലൈനും ഒരു ഫിനിഷിംഗ് ലൈനും കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലോട്ട് ഇതിലൂടെ ഒഴുക്കി വിട്ട് ഒഴുകി ഇവിടെ എത്താനായിട്ട്, എൻഡിങ്ങിൽ എത്താനായിട്ട് എടുക്കുന്ന ടൈം. അപ്പൊ ഇതാണ് നമ്മൾ പല പല സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതിന്റെ ഒരു വൺ ലൈൻ ആണ് ഈ കാണുന്നത്. ആ ഒരു സ്റ്റാർട്ടിങ്ങോ ഫിനിഷിങ്ങോ ഏതെങ്കിലും ഒരു എൻഡ്. ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് വെലോസിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും, ഡിസ്റ്റൻസ് ട്രാവൽഡും ടൈം ടേക്കണും വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അത് നമുക്ക് കിട്ടുന്നത് എന്താ, നമുക്ക് ആ ഒരു സർഫസ് വെലോസിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷെ മീൻ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പിന്നെ കണ്ടുപിടിക്കുന്ന ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ്. മീൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0.85 ടൈംസ് ദി സർഫസ് വെലോസിറ്റി. ഈ ഫോർമുലയിലൂടെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇനി വേഗം രണ്ടാമത്തെ മെത്തേഡിലോട്ട് കടക്കട്ടെ. രണ്ടാമത്തത് വെലോസിറ്റി മെത്തേഡ്, വെലോസിറ്റി റോഡ്സ്. അപ്പൊ ഈ വെലോസിറ്റി റോഡ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വുഡൻ മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റിൽ ആയിട്ടുള്ള ട്യൂബ്സ് ആയിരിക്കും. അപ്പം ഒരു 2.5 to 5 സെന്റിമീറ്റർ ഒക്കെ ആയിരിക്കും ഇതിന്റെ ഡയമീറ്റർ. ഓക്കെ. ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം 0.94D ആണ് ഇതിന്റെ ലെങ്ത്, താഴോട്ട് താന്നു കിടക്കുന്ന ലെങ്ത്. ഓക്കെ. അതേപോലെ ഈ ക്യാപിറ്റൽ D കാണിച്ചിരിക്കുന്നത് ചാനലിന്റെ ടോട്ടൽ ഡെപ്ത് ആണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിവശത്തായിട്ട് ഒരു വെയിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ വെയിറ്റ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ റോഡ് വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യാൻ, പൊസിഷൻ ചെയ്ത് വെച്ചേക്കാനാണ്. അതുകൂടാതെ ഈ വാട്ടറിന്റെ മുകളിലായിട്ട് ഒരു 2.5 സെന്റിമീറ്ററോളം ഒരു ചെറിയ ഡിസ്റ്റൻസിൽ ഇത് പൊങ്ങിയും നിപ്പുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ അതിലൂടെ ഒഴുകി പോകുമ്പോഴത്തേനും ഒത്തിരി ഡിസ്റ്റൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഫ്ലാഗും ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ വെലോസിറ്റി റോഡ് നമ്മൾ വാട്ടർ ബോഡിയിലോട്ട് റിലീസ് ചെയ്യുന്നത്, നമ്മൾ ഫ്ലോട്ടിന്റെ കാര്യം പറഞ്ഞില്ലേ, ആ സെയിം രീതിയിൽ തന്നെയാണ്. ആൻഡ് ടൈം ടേക്കൺ എന്ന് പറയുന്നത് ആ ഫ്ലോട്ട്, ഈ വെലോസിറ്റി റോഡ് സഞ്ചരിക്കുന്ന, ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസും ടൈമുമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. ഇനി ഫ്ലോട്ട് മെത്തേഡിൽ മൂന്നാമത് ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ഡബിൾ ഫ്ലോട്ട്സ്. ഈ ഒരു മെത്തേഡിനകത്ത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഫ്ലോട്ട്സ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. ഏതെങ്കിലും ഒരു ഫിഗർ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ഫ്ലോട്ടും ഇത് മറ്റൊരു ഫ്ലോട്ടുമാണ്. ഓക്കെ. അപ്പം ഒരു ഫ്ലോട്ട് എന്ന് പറയുന്നത്, ഈ ഫ്ലോട്ട് എന്ന് പറയുന്നത് സർഫസ് ഫ്ലോട്ട് എന്ന് പറയും. ഇതിനെ നമ്മൾ സബ് സർഫസ് ഫ്ലോട്ട് എന്നും പറയും. അപ്പം ഈ വെയിറ്റ് ഓഫ് ദി സർഫസ് ഫ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു സബ് സർഫസ് ഫ്ലോട്ടിനെ കാട്ടി കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ പൊങ്ങി കിടക്കുന്നത്. ഓക്കെ. ഈ 2 ഫ്ലോട്ട്സും കണക്ട് ചെയ്തേക്കുന്നത് ഒരു കോഡ് വെച്ചിട്ടാണ്. ഓക്കെ. ചെറിയൊരു കോഡ് നിങ്ങൾക്ക് കാണാം. അപ്പം ദേ ആർ സോ അഡ്ജസ്റ്റഡ് ദാറ്റ് ഈ സബ് സർഫസ് ഫ്ലോട്ട് എന്ന് പറയുന്നത് അത് ഈ റിവറിന്റെ ഡെപ്തിൽ നിന്ന്, അല്ലെങ്കിൽ വാട്ടർ ഫ്ലോ കാണാമല്ലോ, അതിന്റെ ആ ബെഡ് ഓഫ് ദി ചാനലിൽ നിന്ന് ഒരു 0.2D ഡിസ്റ്റൻസിലാണ് പൊങ്ങി നിൽക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇത് ഒഴുകി പോകുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഓക്കെ. ഇതിൽ നിന്ന് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വേണ്ടുന്ന മീൻ വെലോസിറ്റി തന്നെ ആയിരിക്കും. ഓക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാം, ടൈം ടേക്കൺ എത്രയാണെന്ന് മെഷർ ചെയ്യാം, അതിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഫോർമുല ഒക്കെ സെയിം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ആ ഒരു അപ്പാരറ്റസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മെത്തേഡ് റിമൈൻസ് ദി സെയിം. അപ്പൊ ഇത്രയാണ് ഫ്ലോട്ട് മെത്തേഡ്. ഇനി നമ്മൾ കറന്റ് മീറ്റേഴ്സും കൂടെ നോക്കാം. അപ്പം കറന്റ് മീറ്റർ ആണ് മറ്റൊരു ഇൻസ്ട്രുമെന്റ്. നമ്മുടെ ഒരു പോയിന്റിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ആണ് കറന്റ് മീറ്റർ. അപ്പൊ നമ്മൾ മറ്റേ ഒരു മെത്തേഡ് ഫ്ലോട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ആക്യുറേറ്റ് മെഷർമെന്റ് തരുന്നതെന്ന് പറഞ്ഞാൽ കറന്റ് മീറ്റേഴ്സ് തന്നെയാണ്. ഇതിന്റെ മെയിൻ വർക്കിംഗ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ഇതിന് ഒരു റൊട്ടേറ്റിംഗ് എലമെന്റ് കാണും. ഇതിപ്പോ വെർട്ടിക്കൽ ആക്സിസ് മീറ്ററിന്റെ ഫിഗർ ആണ് എങ്കിലും 2 കേസിലാണെങ്കിലും ഒരു റൊട്ടേറ്റിംഗ് എലമെന്റ് കാണും. അത് റൊട്ടേറ്റ് ചെയ്യുന്ന അനുസരിച്ച് എത്ര റൊട്ടേഷൻസ് അത് എടുക്കുന്നുണ്ടോ, അത് വെച്ച് റെവല്യൂഷൻസ്, ഈ റൊട്ടേറ്റർ എത്ര റെവല്യൂഷൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഉണ്ട്, വെർട്ടിക്കൽ ആക്സിസ് മീറ്ററും ഹൊറിസോണ്ടലും.
വെർട്ടിക്കൽ ആക്സിസ് മീറ്ററിന്റെ ഫിഗർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ അത് ഒരു വെർട്ടിക്കൽ ഇവിടെ ഒരു വെർട്ടിക്കൽ ആക്സിസ് നിങ്ങൾക്ക് കാണാം. അതിനകത്ത് കിടന്നുകൊണ്ടാണ് ഈ ഒരു റൊട്ടേറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഈ ഒരു എലമെന്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ വെർട്ടിക്കൽ ആക്സിസ് മീറ്ററിനകത്ത് ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കുറെ കോണിക്കൽ കപ്സ് മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. ഈ ഫിഗറിനകത്തും കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് റിയൽ പിക്ചർ ആണ്. സോ ഇതിനകത്ത് കോണിക്കൽ കപ്സ് ഒരു വെർട്ടിക്കൽ ആക്സിസിൽ, റൗണ്ട് വെർട്ടിക്കൽ ആക്സിസ് നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കപ്പ് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് ഇത് ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിടന്ന് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ റീഡിങ് അല്ലെങ്കിൽ ആ സിഗ്നൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. എത്ര റെവല്യൂഷൻ എടുത്തു ഈ മൂവ്മെന്റിനനുസരിച്ച്, വാട്ടറിൽ കൂടി ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് എത്ര റെവല്യൂഷൻ എടുക്കുന്നുണ്ടോ അത് ഒരു ചെറിയ റെക്കോർഡിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ റെക്കോർഡ് ചെയ്ത് എടുക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ ഈ വെർട്ടിക്കൽ ആക്സിസ് മീറ്ററിന്റെ ഒരു വർക്കിംഗ്. അപ്പൊ ഇതിന്റെ നോർമൽ റേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു 0.1524 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും ഇതിന്റെ വെലോസിറ്റി കിടക്കുന്നത്. പിന്നെ ഇൻസ്ട്രുമെന്റ് ആക്യുറസി എന്ന് പറയുന്നത് 1.5% ആണ്. പിന്നെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റിവർ വാട്ടറിന്റെ ഒക്കെ വെലോസിറ്റിയിൽ വെർട്ടിക്കൽ കമ്പോണന്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ കയറി വരുമ്പോഴത്തേന് ഇതിന്റെ റീഡിങ്സിന് ചെറിയ മാറ്റം ഉണ്ടാവുന്നു. അല്ലാത്ത പക്ഷം നല്ല രീതിയിൽ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെന്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. രണ്ടാമത്തത് ഹൊറിസോണ്ടൽ ആക്സിസ് മീറ്റേഴ്സ്. ഇപ്പൊ മറ്റേ വെർട്ടിക്കലിന്റെ കേസിൽ കപ്പുകളായിരുന്നു മൗണ്ട് ചെയ്തിരുന്നത്. ഇതിന്റെ കേസിൽ ഒരു ചെറിയ പ്രൊപ്പല്ലർ ഇതിന്റെ മുൻവശത്തായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പം ഈ ഹൊറിസോണ്ടൽ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഹൊറിസോണ്ടൽ ഷാഫ്റ്റ് കാണാം. മറ്റേ കേസിൽ നമുക്കൊരു വെർട്ടിക്കൽ ഷാഫ്റ്റിലായിരുന്നു ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഈ ഒരു ഹൊറിസോണ്ടൽ ഷാഫ്റ്റിന്റെ ആ ഒരു എൻഡിലായിട്ട് ഒരു പ്രൊപ്പല്ലർ മൗണ്ട് ചെയ്തിരിക്കുന്നു. ശരിക്കും ഈ ഹൊറിസോണ്ടൽ ആക്സിസ് മീറ്റേഴ്സ് ഒരുപാട് വെറൈറ്റി ഓഫ് സൈസസിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇതിന്റെ പ്രൊപ്പല്ലറിന്റെ ഡയമീറ്റർ തന്നെ 6 to 12 സെന്റിമീറ്റർ ആ ഒരു റേഞ്ചിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ വെലോസിറ്റിയുടെ കാര്യം പറഞ്ഞാൽ വെലോസിറ്റിയുടെ റേഞ്ച് എന്ന് പറയുന്നത് 0.15 to 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മൾ നേരത്തെയും പറഞ്ഞല്ലോ 0.15, അതും സെയിം റേഞ്ച് ആണ് വെലോസിറ്റി. ഓക്കെ, പിന്നെ ഇൻസ്ട്രുമെന്റ് ആക്യുറസി മറ്റേതിനെക്കാട്ടി ഇച്ചിരി കൂടെ കൂടുതൽ ഇതിനാണ്. നേരത്തെ നമ്മൾ കണ്ട വെർട്ടിക്കൽ ആക്സിസിന് 1.5% ആയിരുന്നു അതിന്റെ ആക്യുറസി എന്ന് പറയുന്നത്. ഇതിൽ 1% ആണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ വാട്ടറിനകത്തോട്ട് ഫ്ലോട്ട് ചെയ്യുന്ന പോലെ ഇട്ട് കൊടുക്കുക. ആൻഡ് ഇത് മൂവ് ചെയ്യുന്നതനുസരിച്ച് പ്രൊപ്പല്ലർ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അത് എത്രയാണോ, എത്ര ടൈം ട്രാവൽ ചെയ്തപ്പോൾ എത്ര ടൈം റൊട്ടേറ്റ് ചെയ്തു അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് റീഡ് ചെയ്ത്, ഇവിടെ നിങ്ങൾക്ക് വേറൊരു അഡ്ജസ്റ്റ്മെന്റും കൂടെ ഉണ്ട്. അത് ഫിക്സ് ചെയ്തിരിക്കുന്ന എവിടെയാണോ ആ മോണിറ്ററിൽ എത്ര റൗണ്ട് എടുത്തു എന്നുള്ളതിന്റെ ഒരു വാല്യൂ വരും. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, വെലോസിറ്റി മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് കറന്റ് മീറ്റേഴ്സ്. ഏരിയ വെലോസിറ്റി മെത്തേഡ് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോഴത്തേന് നിങ്ങൾ വെലോസിറ്റി മെഷർ ചെയ്യുന്ന കാര്യവും കൂടെ ഉൾപ്പെടുത്തി വേണം എഴുതാനായിട്ട്. അപ്പം കറന്റ് മീറ്റേഴ്സിന്റെ ഒക്കെ ഡയഗ്രാം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, താങ്ക് യു.